ഒരു ദിവസം മദീനയിൽ പരിശുദ്ധ പ്രവാചക തിരുമേനി പറയാണ്, സ്വഹാബ, സ്വർഗത്തിൽ ഒരു സ്യൂട്ട് റൂമുണ്ട്. യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ, അതിന്റെ പുറത്തു നിന്ന് നോക്കിയാൽ അകം കാണാം. ബാത്തിനുഹാ മിൻ ളാഹിരിഹാ, അകത്തു നിന്ന് നോക്കിയാൽ പുറം കാണാം, പുറത്തു നിന്ന് നോക്കിയാൽ അകം കാണാം. അത് ട്രാൻസ്പാരന്റ് ആണ്, വളരെ സുതാര്യമാണ്, ഗ്ലാസ് മെയ്ഡഡ് ആണ്. അപ്പോഴേക്ക് കുതുകികളായ സ്വഹാബ ചോദിക്കേണ്ട, ലിമൻ യാ റസൂലല്ലാഹ്, ആർക്കുള്ളതാണ് നബിയേ ഈ സ്വർഗത്തിലെ മനോഹരമായ രമ്യകർമ്മം ആർക്കുള്ളതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ലിമൻ അലാനൽ കലാം വഅത്അമത് ത്വആം വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. വാക്കുകളെ മൃദുലമായി ഉപയോഗിച്ച ആളുകൾക്കാണ് ഒന്നാമൻ. സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാമൻ ആരാണ്? അലാനൽ കലാം, വാക്കുകളെ തീവ്രമായി ഉച്ചരിക്കാതെ ഒരു വാക്ക് കൊണ്ട് മറ്റൊരുത്തന്റെ ഹൃദയത്തിന് പരിക്കേൽപ്പിക്കുന്നതിന് പകരം പരിക്കേറ്റ ഹൃദയങ്ങൾക്ക് ആശ്വാസത്തിന്റെ ലേപനം പുരട്ടിക്കൊടുക്കുന്ന വാക്കിന്റെ ഉടമയാണ് സ്വർഗത്തിലെ ഏറ്റവും മുകളിലെ റൂമിൽ താമസിക്കുന്ന അവകാശി. നോക്കൂ നിങ്ങൾ, സ്വഭാവം എടുത്തിട്ടൊരു മനുഷ്യനെ കൊണ്ടുപോയി വെക്കുക, എങ്ങനെ ജീവിച്ചാൽ ആ സ്വർഗം കിട്ടുക എന്ന് മദീനയിൽ വെച്ചിട്ടൊരു അധ്യാപകൻ പഠിപ്പിക്കാൻ. രണ്ടാമത് പറഞ്ഞത് അന്നം കൊടുക്കുന്നവനാണ്, ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർ. ഇപ്പൊ അടുത്തൊരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികളെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്, പല കുട്ടികളോടും ചോദിക്കുന്നുണ്ട്. ടീച്ചർ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മാതാപിതാക്കള് ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും രുചികരമായി സ്വാദിഷ്ടമായി തോന്നിയ വിഭവം ഏതാണ്? ഒരു കുട്ടി പറയുന്നുണ്ട്, ടീച്ചറെ സാമ്പാറും ചട്നിയാണ്. അടുത്ത കുട്ടി പറയുന്നുണ്ട് ചിക്കൻ ഫ്രൈ ആണ്. അടുത്ത കുട്ടി പറയുന്നുണ്ട് മട്ടൻ വരട്ടാൻ. അടുത്ത കുട്ടി പറയുന്നുണ്ട് മറ്റേതോ ഒരു കിച്ചടിയെ പറ്റി. അങ്ങനെ ഓരോ കുട്ടികളും പറഞ്ഞപ്പോ അവസാന ബെഞ്ചിൽ ഇരുന്ന ഒരു പാവപ്പെട്ട മോൻ, അവനിങ്ങനെ ശാന്തനായിരിക്കാൻ, അവന്റെ മറുപടിക്ക് വേണ്ടി ക്ലാസ് റൂം കാത്തിരിക്കാൻ. ആ കുട്ടി പറഞ്ഞത്, ടീച്ചറെ, എന്റെ വീട്ടിലെ ഏറ്റവും സ്വാദിഷ്ടമായ വിഭവം അത് വിശപ്പാണ്. ഈ കുട്ടി ഒരു കവിത പറയും പോലെ പറഞ്ഞത്. അപ്പൊ ടീച്ചർക്ക് അത്ഭുതമായി, വിശപ്പ് എങ്ങനെയാ മോനെ സ്വാദിഷ്ടമായ വിഭവമാകുക? എല്ലാരും അമ്മമാരുണ്ടാക്കി തരുന്ന നല്ല നല്ല രുചികരമായ രുചിക്കൂട്ടുകളെ പറ്റി പറയുമ്പോ നീ എന്താ പ്രഹസനം പോലെ വിശപ്പ് എന്ന് പറയുന്നത്? അപ്പൊ ഈ കുട്ടി അതെങ്ങനെ വളരെ ശാന്തനായി വിശദീകരിക്കാൻ, ടീച്ചറെ, വീട്ടില് വിശപ്പുണ്ടെങ്കിൽ വെറുംചോറ് മതി, കച്ചടി വേണ്ട, കിച്ചടി വേണ്ട, അവിയൽ വേണ്ട, സാമ്പാർ വേണ്ട, ചട്നി വേണ്ട, ചിക്കൻ വേണ്ട, ഒന്നും വേണ്ട. വിശപ്പ് എന്ന് പറയുന്ന ഒരു വിഭവം കൂട്ടിനുണ്ടെങ്കിൽ വെറുംചോറ് മതി, ഓരോ ഉരുള കഴിക്കുമ്പോഴും ഭയങ്കര സ്വാദാണ് എന്നായി കുട്ടി പറഞ്ഞത്. അതിലെല്ലാം ഉണ്ട്. ഇനി വേറൊരു വിശദീകരണത്തിന്റെ ആവശ്യം അതിലില്ല. ഗസയിലെ കുട്ടികൾ ഇങ്ങനെ വിശന്ന് പൊരിയുന്നത് സച്ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഞാൻ അതിനെ മറ്റ് വിശദീകരണം കൊണ്ട് അടർത്തിയെടുക്കേണ്ട കാര്യം ഈ സദസ്സിലില്ല. ആരാണ് വേഗം സ്വർഗത്തിൽ പോയിട്ട് ആ ഉന്നതമായ റൂമിൽ കഴിയുന്ന രണ്ടാമത്തെ അവകാശി നബിയെ? ആരാണ്? ഭക്ഷണം കൊടുത്തോനാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അള്ളാഹുവിനോടുള്ള ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട്, ഒരു ന്യൂനത അയാൾക്ക് ഉണ്ടായി കഴിഞ്ഞാല് പടച്ചോന് നമ്മൾ കിട്ടുന്ന പെനാൽറ്റി എന്താണ്? എവിടെയെങ്കിലും പോയിട്ട് ചലാൻ അടച്ചിട്ട് ഫൈന് കെട്ടുകയാണോ? ഏത്തടാണോ? ഇതൊന്നുമല്ല. നമ്മൾ കൊടുക്കുന്ന പെനാൽറ്റി എന്താ? ഈ ത്വആം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി. ഉംറയിൽ ഒരു ഫാൾട്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പരിഹരിച്ചു തന്നു. അല്ലെങ്കിൽ നോമ്പ് നോൽക്കണം, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണം. ഈ നോമ്പ് നോൽക്കുക എന്ന് പറയുന്നതും പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നതും വിശപ്പിന്റെ കൂടെ നിൽക്കലാണ്. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാതെ അയാൾ സ്വയം നോമ്പ് നോൽക്കുകയാണെങ്കിൽ അയാൾ അറിയാണ് അയാളുടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആമാശയത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് തേട്ടി വരുന്ന ആ ചൂടുള്ള ഗന്ധത്തിന്റെ ഉള്ളിൽ പാവപ്പെട്ടോന് ഭക്ഷണം കിട്ടാത്ത വിശപ്പിന്റെ കൊടുമ ഇവന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട്. അവനത് അനുഭവിക്കുകയാണ്, അല്ലേ? അതുകൊണ്ട് ഒന്നുക്ക് അവൻ നോമ്പ് നോൽക്കണം. നോമ്പ് നോൽക്കാനുള്ള ത്രാണി ഇല്ലെങ്കിൽ അവന്റെ അടുത്ത ഓപ്ഷൻ എന്താണ്? പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. സ്വർഗത്തിലേക്ക് വേഗം എത്തി ആ സ്യൂട്ട് റൂമിൽ ഇരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ഭക്ഷണം കൊടുത്തവനാണ്. പിന്നെ ഒരു ഇബാദത്തിനെ പറയാൻ,
ലോകം മുഴുവൻ തണുപ്പിന്റെ കരിമ്പടം പുതച്ച് സുഖനിദ്രയിലേക്ക് വഴുതി വീഴുന്ന അർദ്ധരാത്രിയും പിന്നിട്ട മൂകമായ യാമത്തിന്റെ ഇടയിൽ അംഗസ്നാനം ചെയ്ത് പടച്ചോന് വേണ്ടി 2 റക്അത്ത് ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന മനുഷ്യനാണ് പിന്നെ ആ റൂമിലുള്ള ആള്. നോക്കൂ നിങ്ങൾ, 3 അവകാശികളെ പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരാൻ. ഇതാണ് ദീനിന്റെ സൗരഭ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വിശ്വഗുരുവിന്റെ ഇത്തരത്തിലുള്ള അതിമനോഹരമായ കാര്യങ്ങളെ കണ്ടെത്താൻ സാധ്യമാണ്. മനസ്സിലേക്കാണ് ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മളൊക്കെ ഒരു മദീനയാകണം. ഇത് മദീന മുനവ്വറ സംഘമാണ്. സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഭാരവാഹികൾ സംഘടിപ്പിച്ച മദീന മുനവ്വറ സംഗമമാണ്. നമുക്കൊക്കെ ഒരു മദീനയാവാൻ കഴിയണം. മദീന ഒരു സ്ഥലമല്ല, മദീന ഒരു മൂവ്മെന്റ് ആണ്. അത്തിപ്പറ്റ ഉസ്താദ് നമുക്കിടയിൽ ജീവിച്ചത് ഒരു മദീനയായിട്ടാണ്. ഉസ്താദിന്റെ യാത്രക്കിടയിൽ ഉസ്താദ് മന്ദസ്മിതത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു. ഉസ്താദിന്റെ യാത്രക്കിടയിൽ വലിയവരെ ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു. ഉസ്താദ് കണ്ടുമുട്ടലുകൾക്കിടയിൽ ആതിഥേയനെയും അതിഥിയെയും ആതിഥ്യ മര്യാദകൾ പഠിപ്പിച്ചു. അങ്ങനെ ജീവിതം ഒരു പ്രയാണമാണ്. ആ പ്രയാണത്തിന്റെ ഇടയിൽ മതത്തെ അതിമനോഹരമായി കൈകാര്യം ചെയ്ത അത്തിപ്പറ്റ ഉസ്താദ് നമുക്കിടയിൽ ഒരു മദീനയായി ജീവിക്കുകയായിരുന്നു. നമ്മൾക്കൊരു ഓരോ മദീനയാവുക. കാരണം പ്രാതിനിധ്യം ലോകത്ത് ഓരോന്നിനുണ്ടാകും, ഓരോന്നിനും. മിനിയാന്ന് ഇന്ത്യ രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനം സാമോദം നമ്മളെല്ലാവരും സമുചിതമായിട്ട് ആചരിച്ചു. അപ്പൊ അവിടെ 2 ധ്രുവങ്ങളുണ്ട് ഇന്ത്യയിൽ തന്നെ. ഒന്ന് ഗാന്ധിയുടെ അനുയായി, ഇപ്പുറത്ത് ഗോഡ്സെയുടെ അനുയായി. പണ്ട് കൃഷ്ണവാര്യര് പറഞ്ഞ പോലെ, അരി വാങ്ങുവാൻ ക്യൂവിൽ കാത്തു നിൽക്കുന്നു ഗാന്ധി, അരികിൽ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു ഗോഡ്സെ. ഒരു ഭാഗത്ത് അരി വാങ്ങാൻ പാവങ്ങളുടെ പ്രതിനിധിയായിരിക്കുന്ന അർദ്ധനഗ്നനായ ഫക്കീറിനെ പോലെ ഗാന്ധി നിൽക്കുമ്പോ അതൊന്നും എന്റെ ഭാഗമല്ല, ഞാൻ അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കൂറ്റൻ കാറിലേറി നീങ്ങുന്നുണ്ട് ഗോഡ്സെ. അതുകൊണ്ട് ഗോഡ്സെയുടെ അനുയായി, ഗാന്ധിയുടെ അനുയായി, ഹിംസയുടെ അനുയായി, അഹിംസയുടെ അനുയായി, അല്ലേ? അതുകൊണ്ട് അഹിംസ, ഹിംസയില്ലാത്ത ജീവിതം. നമ്മളെ ഒരാൾ വെറുത്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ തിരിച്ചു വെറുക്കൽ നമ്മുടെ ദൗത്യമല്ല. അപ്പൊ ആ മനുഷ്യൻ നമ്മളെങ്ങനെ ആലോചിക്കുക, ശത്രുപാളയത്തിൽ നിന്നിട്ട് നമ്മളെ അയാൾ വിലയിരുത്തുക. അയാൾ നമ്മളെ കല്ലെറിഞ്ഞിട്ടുണ്ട്, അയാള് അധിക്ഷേപ സ്വരങ്ങളെ കൊണ്ട് നമ്മളെ ഒരുപാട് അലട്ടിയിട്ടുണ്ട്, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നമുക്കെതിരെ വാറോലകൾ ഇറക്കിയിട്ടുണ്ട്, മുന്നവെച്ച വാക്കുകളെ കൊണ്ട് നമുക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് ആ മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാളോട് ഞാൻ നേരത്തെ പറഞ്ഞ സ്വഭാവങ്ങളുടെ നേതാവായ ക്ഷമയാകുന്ന ആയുധം കൊണ്ട് നമ്മൾ അയാളെങ്ങനെ തോൽപ്പിക്കുകയാണ്. അയാൾ സോഷ്യൽ മീഡിയയിലെ എല്ലാ അക്കൗണ്ടിലും കയറിയിട്ട് ഫേക്ക് അക്കൗണ്ടിലും റിയൽ അക്കൗണ്ടിലും കയറി നമുക്കെതിരെ പടക്കോപ്പുകളെ നിരത്തി വിട്ടപ്പോഴും അയാളുടെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ തീരുക എന്നല്ലാതെ നമ്മൾ പ്രതികരിക്കുന്ന ഒരു മട്ടുമില്ല. അപ്പൊ ആ മനുഷ്യനിങ്ങനെ പതിയെ പതിയെ തോൽക്കാൻ. അയാളുടെ തോൽവിയുടെ കാരണം നമ്മുടെ മൗനം, അയാളുടെ തോൽവിയുടെ കാരണം നമ്മുടെ മന്ദഹാസം, അയാൾ പഞ്ചപുച്ഛമടക്കാൻ കാരണം നമ്മുടെ സഹനശീലം, അയാൾ സമൂഹത്തിന്റെ ഇടയിൽ പടിയടച്ച് പിണ്ടം വെക്കപ്പെടാൻ കാരണം നമ്മുടെ അസാമാന്യമായിരിക്കുന്ന വിനയത്തിൽ കുതിർന്ന വ്യക്തിത്വം. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തോറ്റുപോകുന്നത്? ഇങ്ങനെയായിരുന്നു പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ അബൂജഹലുമാര്, ഉത്തബത്തുമാര്, ശൈബത്തുമാര്, വലീദുമാര്, കൊലകൊമ്പന്മാര് തോറ്റുപോയത്. അബൂജഹൽ ഒരു ദിവസം പറഞ്ഞില്ലേ, മുഹമ്മദിനെ കൊല ചെയ്യണം. എന്താ ഉപായം? എന്റെ വീട്ടിലേക്ക് മുഹമ്മദിനെ നമുക്ക് വരുത്താം, എന്നിട്ട് എന്റെ വീട്ടിലേക്ക് മുഹമ്മദ് വരുന്ന വഴിയിൽ നമുക്കൊരു ചതിക്കിണർ ഉണ്ടാക്കാം, ചതിക്കുഴി. പുറത്തു നിന്ന് നോക്കിയാൽ ഭൂമിയാണ് എന്ന് തോന്നും, നല്ല പച്ചപ്പുള്ള കൃത്രിമമായ ചെടികളൊക്കെ അതിന്റെ മുകളിൽ ഉണ്ടാകും. ഭൂമിയാണ് എന്ന് തോന്നി മുഹമ്മദ് എന്നെ പ്രതീക്ഷിച്ച് എന്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ അവിടെ പാദമൂന്നുമ്പോ താഴേക്ക് ആപതിച്ചു പോകും. അങ്ങനെ മുഹമ്മദ് ആ ഭീകരമായ നാം നിർമ്മിച്ച ചതിക്കുഴിയാകുന്ന ഗർത്തത്തിലേക്ക് വീണുപോയാൽ, വീണുപോയ മുഹമ്മദിന്റെ ശിരസിലേക്ക് ഭീമാകാരമായ ശിലകൾ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് നമുക്ക് വളരെ സുഖമായിട്ട് കൊലപ്പെടുത്താം. അബൂജഹലിനോട് അനുയായികൾ പറഞ്ഞു, പ്രിയപ്പെട്ട അബുൽ ഹക്കം, അങ്ങയുടെ ഉപായം വളരെ നല്ല ഉപായമാണ്, പക്ഷേ ചതിക്കുഴി നമുക്ക് നിർമ്മിക്കാം, അതിൽ മുഹമ്മദിനെ വീഴ്ത്താം. വീണുപോയ മുഹമ്മദിനെ നമുക്ക്
നല്ല രീതിയിൽ കൊലപ്പെടുത്താം. അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ശത്രുവായ നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റൊരു ശത്രുവായ മുഹമ്മദ് എങ്ങനെയാണ് വിരുന്ന് വരിക? അത് വലിയൊരു സാഹസമുള്ള ഒരു കാര്യമാണല്ലോ. ശത്രു എങ്ങനെ ശത്രുവിന്റെ വീട്ടിലേക്ക് വരും? അപ്പൊ അബൂജഹൽ അവിടെ വെച്ച് ആ മീറ്റിംഗില്, ഈ പ്രമുഖന്മാരുടെ മീറ്റിംഗിൽ വെച്ചിട്ട് പറഞ്ഞ മറുപടിയാണ്, ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്നെ കാണാൻ വരും. മുഹമ്മദിന് ഒരു പ്രത്യേകതയുണ്ട്. ശത്രുവായാലും മിത്രമായാലും ഒരു മനുഷ്യൻ രോഗിയാണ് എന്നറിഞ്ഞാൽ ഓടി വരിക എന്നുള്ളത്, അയാളെ വീട്ടിൽ വന്ന് സന്ദർശിച്ച് സമാശ്വസിപ്പിക്കുക എന്നുള്ളത് മുഹമ്മദിന്റെ ഒരു ശീലമാണ്. ആ ശീലം നിങ്ങൾ മറക്കരുത്. അപ്പൊ ആ ശീലം വെച്ചിട്ടാണ് ഒരാളെ കൊലപ്പെടുത്താൻ നോക്കുന്നത്. അവിടെ ആരാ തോറ്റുപോകുന്നത്? അവിടെ ആരാ ജയിക്കുന്നത്? അല്ലേ? അപ്പൊ നമ്മുടെ ജയത്തിന്റെ രസതന്ത്രം എവിടെയാണ് കിടക്കുന്നത്? കീമിയ ഉസാദ, നമ്മുടെ വിജയത്തിന്റെ രസതന്ത്രം എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ക്യാരക്ടറിലാണ്. അതുകൊണ്ടാണ് അല്ലാമ ഇഖ്ബാല് പുണ്യനബിയെ പറ്റി പാട്ട് പാടിയത്. ദുശ്മൻ സനെ ബദലാ ലിയാ ഹസ്രത് ने कभी भी मारा भी तो अखलाक के तलवार से मारा. ദുശ്മൻസനെ ബദ്ലാലിയ ഹസ്രത്തിനെ കബീബി, ഇങ്ങോട്ട് വാളുകൊണ്ട് വെട്ടാൻ വന്ന ശത്രുവിനോട് അങ്ങോട്ട് ഒരിക്കലും പ്രതികാരം നടത്തിയിട്ടില്ല ഹസ്രത്തിനെ കബീബി, ഒരിക്കലും മുഹമ്മദ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാറാ ബീത്തോ, ഇനി ഇങ്ങോട്ട് വെട്ടിയ ശത്രുവിനെ അതേ നാണയത്തിൽ മുഹമ്മദ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏത് തൽവാർ, ഏത് വാള് കൊണ്ടാണ് വെട്ടിയത്? അഖ്ലാഖ് കേ തൽവാർ സേ മാറാ, സൽസ്വഭാവമാകുന്ന ഒരു പടവാള് ഉറയിൽ നിന്ന് ഊരിയെടുത്തു. അതേതാ? മന്ദസ്മിതമാണ്, സഹനശീലമാണ്.